ദ ജേർണലിസ്റ്റിലേക്ക് മറുനാടൻ മലയാളി ഓൺലൈൻ സ്ഥാപനത്തിന്റെ ഉടമ സാജൻ ഷ്കാരിയയെ അതിക്രൂരമായി ആക്രമിച്ചിരിക്കുകയാണ് ഒരു സംഘം. ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള മങ്ങാട്ട് കവലയിൽ വെച്ചാണ് സാജൻ ഷ്കാരിയയ്ക്ക് അതിക്രൂരമായ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും തല്ലിച്ചതയ്ക്കുകയായിരുന്നു എന്നാണ് എനിക്ക് ലഭിച്ച ഏറ്റവും പുതിയ വിവരം. സ്റ്റിയറിംഗിൽ തലയിടിച്ചാണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ മറുനാടൻ്റെ ചില സ്ഥാപനങ്ങളിൽ വാർത്ത വന്നിരുന്നുവെങ്കിലും അതൊന്നുമല്ല യാഥാർത്ഥ്യമെന്നും അതിക്രൂരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും തല്ലിച്ചതയ്ക്കുക തന്നെയായിരുന്നു എന്നും പല സോഴ്സുകളിൽ നിന്ന് എനിക്ക് വിവരം ലഭിക്കുകയുണ്ടായി. എന്താണ് ആക്രമണത്തിന് പിന്നിൽ, എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണ് തുടങ്ങിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കുന്നത്. ആദ്യമേ പറയട്ടെ, ആക്രമണം ഏൽക്കുന്ന സമയത്ത് അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ഒരു വെളുത്ത ഫോർച്യൂണർ കാറിൽ തൊടുപുഴയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം റിസപ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് കാറിൽ തനിച്ചു പോകുമ്പോഴാണ് മഹീന്ദ്ര ഥാർ കാറിലെത്തിയ സംഘം അദ്ദേഹത്തിൻ്റെ വാഹനം അതിവേഗത്തിലെത്തി ഇടിച്ചു തെറിപ്പിക്കാൻ നോക്കുന്നത്. ഈ ഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ ഭയപ്പാടുണ്ടായി, ശക്തമായ നെഞ്ചുവേദന ഉണ്ടായി. അദ്ദേഹം ഉടൻ തന്നെ കാറിൻ്റെ ഗ്ലാസ് താത്തി ആത്മസംയമനം വീണ്ടെടുത്ത് പുറത്തിറങ്ങിയെന്നും ഇദ്ദേഹം ഇറങ്ങാൻ കാത്തു നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഗ്ലാസിനുള്ളിലൂടെ സാജൻ ഷ്കാരിയെ മർദ്ദിച്ചുവെന്നും അതിനുശേഷം വലിച്ച് പുറത്തിട്ട ശേഷം ആക്രമിച്ചുവെന്നുമാണ് പുറത്തു വരുന്ന വിവരം. ആക്രമണം നടന്നയുടൻ തന്നെ ഈ സംഘം അവിടെ നിന്ന് പോവുകയും പിന്നീട് നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് കൂടി എത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ആദ്യം ജനറൽ ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചത്. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ നിലയിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ സ്മിത മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന് കാര്യമായി നെഞ്ചുവേദന ഉണ്ടായിരുന്നു. അദ്ദേഹം വല്ലാതെ പാനിക്കായി പോയി, ശരീരമാസകലം വിയർത്തു, മൂക്കിന് നല്ല ഇടി കിട്ടിയിട്ടുണ്ട് എന്നാണ് അവിടെയുള്ളവർ നമ്മളോട് പ്രതികരിച്ചത്. ആ ഇടിയുടെ ആഘാതത്തിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് രക്തം തെറിച്ചു വീഴുകയും ഷർട്ടിലും അതുപോലെ തന്നെ മുണ്ടിലും, അദ്ദേഹം എപ്പോഴും വാർത്ത അവതരിപ്പിക്കുമ്പോൾ വീഡിയോകൾ ചെയ്യുമ്പോൾ ധരിക്കാറുള്ള ആ റോസ് കളർ ഷർട്ടും വെള്ള മുണ്ടുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ആ വസ്ത്രത്തിൽ രക്തം ചിതറിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി 108 ആംബുലൻസിൽ അദ്ദേഹത്തെ തൊടുപുഴ ഗവൺമെൻറ് ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിക്കുന്നത്. അതിനുശേഷം വിദഗ്ധ പരിശോധനകൾ നൽകി ഏതെങ്കിലും തരത്തിൽ വലിയ അപായമുണ്ടാകുന്ന ക്ഷതങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങളോ പ്രഥമ ദൃഷ്ടിയാൽ ഏറ്റിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിന് നെഞ്ചുവേദന ഉണ്ടാവുകയും അതുപോലെ തന്നെ നല്ല തലവേദനയും, തലയുടെ ഭാഗത്തൊക്കെ നല്ല ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ വേദനയും ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ വിദഗ്ധ പരിശോധനയ്ക്കായി സ്മിത മെമ്മോറിയൽ ആശുപത്രിയിൽ, തൊടുപുഴയിൽ തന്നെയുള്ള ആശുപത്രിയാണ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്, അവിടേക്ക് അദ്ദേഹത്തെ മാറ്റി എന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹം പോലീസിന് മൊഴി നൽകാൻ വേണ്ടി തയ്യാറായിരുന്നില്ല ആദ്യത്തെ 1 മണിക്കൂറോളം നേരം. കാരണം അദ്ദേഹത്തിന് കാര്യമായ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം മൊഴി നൽകും. ആരാണ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടില്ലെങ്കിലും സാജൻ ഷ്കാരിയയുടെ ശത്രുക്കളുടെ എണ്ണം എടുത്താൽ ഒരുപാടുണ്ട്. വലിയ വ്യവസായികൾ മുതൽ പ്രധാനപ്പെട്ട ഗുണ്ടകളടക്കമുള്ള കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല ആളുകളും സാജൻ ഷ്കാരിയയുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത് വന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ചെറിയ അവ്യക്തതകളുണ്ട്. ബ്രിട്ടനിൽ നിന്നുള്ള ഒരു വ്യവസായിയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി മറുനാടൻ മലയാളി എന്ന് പറയുന്ന അവരുടെ ഓൺലൈൻ സ്ഥാപനത്തിൽ, അതായത് ഓൺലൈൻ ന്യൂസ് പോർട്ടലിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണം സാജൻ ഷ്കാരിയയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ കേട്ടെടുത്തോളം അല്ലെങ്കിൽ അറിഞ്ഞെടുത്തോളം, നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചിടത്തോളം നല്ല രീതിയിലുള്ള പരിക്ക് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അത് പുറത്ത് കാണുന്ന രീതിയിലല്ല, മറിച്ച് ഉള്ളിൽ നല്ല രീതിയിൽ പരിക്കേൽക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അതിശക്തമായി തന്നെ പ്രഹരിച്ചിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ആദ്യഘട്ടത്തിൽ സ്റ്റിയറിംഗിൽ തലയിടിച്ചാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത് എന്ന് മറുനാടൻ കേന്ദ്രങ്ങൾ ആദ്യം പറഞ്ഞിരുന്നുവെങ്കിലും അതങ്ങനെയല്ല, കാര്യമായി തന്നെ ആക്രമിച്ചിട്ടുണ്ട് എന്ന നിലയിലാണ് പിന്നീട് മറുനാടൻ തന്നെ തിരുത്തി കൊടുത്തിരിക്കുന്നത്. അതായത് ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട്. അല്ലെങ്കിലും തല സ്റ്റിയറിംഗിൽ ഇടിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. കാരണം അതിശക്തമായ ഇടിയാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഫോർച്യൂണർ കാറാണ്, അതിൻ്റെ എയർ ബാഗ് പുറത്തു വരും. സ്വാഭാവികമായിട്ടും ആ എയർ ബാഗിലായിരിക്കും തലയിടിക്കുക. അങ്ങനെ ഒരു ക്ഷതം ഉണ്ടാകില്ല. ഇനി ചെറിയ ഇടിയാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടതിനാൽ അദ്ദേഹത്തിൻ്റെ തല പോയി സ്റ്റിയറിംഗിൽ ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം ഫോർച്യൂണറിൻ്റെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത് വളരെ താഴ്ന്നിരിക്കുന്ന സ്റ്റിയറിംഗ് വീലാണ്. എൻ്റെ കയ്യിലുള്ള വണ്ടിയാണ്. അപ്പോൾ അത് ഏകദേശം അരയ്ക്ക് താഴ്പോട്ട് വരെ ഇറങ്ങിയിരിക്കുന്ന ടൈപ്പ് സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ കഴുത്ത് വളഞ്ഞു പോയി ഇടിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ് സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ. ഇനി അല്ല, ശക്തമായ ഇടിയാണെങ്കിൽ എയർ ബാഗുകൾ പുറത്ത് വരികയും ചെയ്യും. അപ്പോൾ അത് പ്രാഥമികമായി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വാർത്ത നൽകുന്നതിൽ ഉണ്ടായ ഒരു അവ്യക്തതയാണ്
ആദ്യം മറുനാടൻ പുറത്തുവിട്ട ആ വാർത്തയ്ക്ക് പിന്നിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അവർ തിരുത്തിയിട്ടുണ്ട്. എന്തായാലും സാജൻ ഷ്കാരിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്ന് പറയുന്നത് അതിശക്തമായ ആക്രമണം, അതൊരു വലിയ പകയോടുകൂടി ഉണ്ടായിട്ടുള്ള ആക്രമണമാണ് എന്നുള്ളതും വ്യക്തമാണ്. കാരണം സാജൻ ഷ്കാരിയ ഇന്നേ ദിവസം ഇവിടെ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കല്യാണത്തിൽ ആ കല്യാണത്തിന് ക്ഷണിക്കാത്ത കുറച്ച് പ്രാദേശിക CPM നേതാക്കളുമൊക്കെയായി ബന്ധമുള്ള ആളുകൾ ഥാർ ജീപ്പിൽ രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നില്ല അത്രേ. അപ്പോൾ ഇവർ കുറേ നേരമായി അവിടെ ചുറ്റിത്തിരിയുന്നത് കണ്ടു. ആദ്യമൊന്നും ആർക്കും സംശയം തോന്നിയില്ല. പക്ഷെ അവർ സാജൻ വണ്ടി എടുക്കുന്ന ആ സമയത്ത് സാജനെ വാഹനത്തിൽ പിന്തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഈ തൊട്ടുപിറകിൽ ഈ വാഹനം വരുന്നത് കണ്ടപ്പോൾ ആദ്യം ഒരു പന്തികേട് സാജന് തോന്നി. പക്ഷെ അപ്പോഴേക്കും ഇടി നടന്നിരുന്നു. അപ്പോൾ കല്യാണ സംഘത്തിൽ ആരോ ഇടിച്ചതാണെന്ന് കരുതി സാജൻ ഗ്ലാസ് താത്തിയപ്പോഴാണ് ബാക്കി ഇടിയും ബഹളവുമെല്ലാം ഉണ്ടാകുന്നത്. അതിനുശേഷം റോഡിൽ കിടന്ന അടിയേറ്റ് വീണ ഷാജനെ പോലീസിൻ്റെ വണ്ടിയിൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് കൊണ്ടുപോയത്. ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾ പരിക്കുമായി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. പക്ഷേ കാര്യമായി തന്നെ അദ്ദേഹത്തിന് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ആദ്യത്തെ വീഡിയോയിൽ അദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം മുഖവും തലയും പൊത്തിക്കിടക്കുകയായിരുന്നു. അതായത് മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇന്ന് ചോര വരുന്നുണ്ടായിരുന്നു എന്നാണ് ചിലർ എന്നോട് പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള അല്ലാതെയുള്ള ആക്രമണമാണ്, ചീത്തവിളിയോ തടഞ്ഞു നിർത്തലോ ഒക്കെ ആണെങ്കിൽ സാജൻ ഷ്കാരിയ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമായിരുന്നു. കാരണം അർദ്ധരാത്രി അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സമയത്ത് അദ്ദേഹം മുണ്ട് മാത്രം എടുത്തു നിന്നിട്ട് പോലീസിനെ വെല്ലുവിളിക്കുകയും പിണറായിനെ വെല്ലുവിളിക്കുകയും ശക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വലിയ തോതിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിന് പോലും കഴിയാത്ത വിധത്തിലേക്ക് അദ്ദേഹം തളർന്നു പോയിരുന്നു, അല്ലെങ്കിൽ വയ്യാതായിരുന്നു എന്നാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത്. ഓൺലൈൻ മാധ്യമ രംഗത്ത് ഏതാണ്ട് 20 വർഷത്തോളം പ്രവർത്തന പരിചയമുള്ളയാളാണ് ശ്രീ സാജൻ ഷ്കാരിയ. അദ്ദേഹത്തെ സംബന്ധിച്ച് ഓൺലൈൻ രംഗത്ത് ഇന്ന് കേരളത്തിൽ അത്രയധികം ഓൺലൈൻ മാധ്യമ പ്രവർത്തന മേഖലയിൽ, അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയകൾ, യൂട്യൂബ് ആയിക്കൊള്ളട്ടെ, ഫേസ്ബുക്ക് ആയിക്കൊള്ളട്ടെ, വെബ്സൈറ്റ് ആയിക്കൊള്ളട്ടെ, ഇതൊക്കെ ഇത്രയും വർഷമായി കൈകാര്യം ചെയ്ത പരിചയം ഇത്രയുമുള്ള ഒരാൾ വേറെ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ഈ ആക്രമണം എന്ന് പറയുന്നത് വർഷങ്ങളുടെ പക ഉള്ള ആളുകളായിരിക്കാമെന്ന നിലയിൽ സംശയമുണ്ട്. കാരണം ഇത്രയും കാലമായി അദ്ദേഹത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ കടന്നാക്രമിച്ചിട്ടുള്ള ആളുകൾ നിരവധിയാണ്. ഒരുപാട് പേർ അദ്ദേഹത്തിനെതിരെ വ്യാജ പ്രചാരണം എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ പോയിട്ടുണ്ട്. പല കാര്യങ്ങളിലും കേസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശത്രുക്കളുടെ എണ്ണം എണ്ണിയാലൊടുങ്ങാത്തതാണ് സാജൻ ഷ്കാരിയയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ് ഇങ്ങനെ ആക്രമിച്ചത്, ഇനി ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം കൊട്ടേഷൻ സംഘമാണോ ആക്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ അവ്യക്തതയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, എൻ്റെ നിലപാട് ഈ ആക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുകയാണ്. ഒന്നാമത് ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹം. എന്ന് മാത്രമല്ല, ഒരു വിവാഹ ചടങ്ങിൽ, ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. ഒറ്റയ്ക്ക് ഒരാളെ അടിച്ചു വീഴ്ത്താൻ സംഘം ചേർന്ന് വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഹീറോയിസമല്ല, നെറികേടാണ്, വൃത്തികേടാണ്. എന്തായാലും അദ്ദേഹം തൊടുപുഴയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. നിലവിൽ അപകടനില അദ്ദേഹം തരണം ചെയ്തിട്ടുണ്ട്. അത്രയും ഗുരുതരമായ പ്രശ്നങ്ങളില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഒബ്സർവേഷൻ വേണ്ടിവരും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുക. ചിലപ്പോൾ രാവിലെയോടെ ഇതുമായി ബന്ധപ്പെട്ടൊരു ക്ലാരിറ്റി വരും. എന്തായാലും മറുനാടൻ എന്ന സ്ഥാപനം ആരോപിച്ചിരിക്കുന്നത് DYFI ആണ് ഇതിന് പിന്നിൽ എന്നാണ്. എന്നാൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളിൽ കൃത്യമായൊരു വ്യക്തതയില്ല. ഒറ്റയ്ക്കുള്ളയാളെ സംഘം ചേർന്ന് അടിച്ചു വീഴ്ത്തുക എന്നുള്ളത് അപലപനീയമായിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന സാജനെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളത് ബാക്കി മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. എന്തായാലും ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്, ഈ ആക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു നാട്ടിൽ, ഒരു രാജ്യത്ത് ഒരു ഓൺലൈൻ ചാനലുകാരനെ അടിച്ചു വീഴ്ത്തി ജയിക്കാം എന്നൊക്കെ കരുതുന്നത് വിഡ്ഢിത്തരമാണ്. എന്ന് മാത്രമല്ല, ഒരാളെ സംഘം ചേർന്ന് ആക്രമിക്കുക എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട കാര്യമാണ്. വളരെ വളരെ മോശപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ, അതും ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വരുമ്പോൾ, അയാളെ പിന്തുടർന്ന് സംഘം ചേർന്ന് പേടിപ്പിച്ച് ഭയപ്പെടുത്തി ആക്രമിച്ച് വീഴ്ത്തി തല്ലി ചതച്ച് രക്തം വാർത്ത് വല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിയിടുക എന്ന് പറയുന്നത് ഒരിക്കലും പിന്തുണയ്ക്കാവുന്ന കാര്യമല്ല. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ, കൂടുതൽ വാർത്തകളുമായി ദ ജേർണലിസ്റ്റ് എപ്പോഴും ഉണ്ടാകും. കാരണം വളരെ ഗൗരവതരമായ വിഷയമാണിത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ
വരുന്ന മുറയ്ക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഷാജന് നേരെ നടന്ന ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. രാഷ്ട്രീയപരമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വ്യക്തിയോട് എനിക്കുണ്ട്. അത് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരാളെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സംഘം ചേർന്ന് അടിച്ചു വീഴ്ത്തുക എന്ന് പറയുന്നത് വലിയ കേമത്വമൊന്നുമല്ല. അതിൽ കൈകൊട്ടിച്ചിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചോളുക. ഇത് നാളെ നിങ്ങൾക്കും വരാം. ആ രീതിയിലേക്ക് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി മാറിയിട്ടുണ്ടെങ്കിൽ അത് അപകടകരമാണ്